നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ FDM ആയിരുന്നു പറഞ്ഞത്. മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൽ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് WDM എന്ന് അതിനെ ഷോർട്ടാക്കിയിട്ട് പറയാം. വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഈസ് ഡിസൈൻ ടു യൂസ് ദി ഹൈ ഡാറ്റ റേറ്റ് കാപ്പബിലിറ്റി ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈ ഡാറ്റ റേറ്റ് കാപ്പബിലിറ്റി, ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഹൈ ഡാറ്റ റേറ്റ് കാപ്പബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ദ ഒപ്റ്റിക്കൽ ഫൈബർ ഡാറ്റ റേറ്റ് ഈസ് ഹയർ ദാൻ ദി ഡാറ്റ റേറ്റ് ഓഫ് മെറ്റാലിക് ട്രാൻസ്മിഷൻ കേബിൾ. നമ്മളിപ്പോൾ മെറ്റാലിക് ട്രാൻസ്മിഷൻ കേബിളിനേക്കാളും ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡാറ്റ റേറ്റ് കൂടുതലായിരിക്കും. ബട്ട് യൂസിങ് എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഫോർ എ സിംഗിൾ ലൈൻ വേസ്റ്റ് ദി അവൈലബിൾ ബാൻഡ് വിഡ്ത്ത്. ഒരു സിംഗിൾ ലൈനിന് ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത് വേസ്റ്റാണ്, ബാൻഡ് വിഡ്ത്ത് വേസ്റ്റാണ്. ആൻഡ് മൾട്ടിപ്ലക്സിങ് അലോസ് കമ്പൈനിങ് സെവറൽ ലൈൻസ് ഇൻ ടു വൺ. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സെവറൽ ലൈൻസിനെ ഒറ്റ ലൈനായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. WDM is conceptually the same as FDM. It is similar to FDM and except that the multiplexing and demultiplexing involve optical signals transmitted through fiber optic channels. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിങ് ഇൻവോൾവ് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഇവിടെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് ത്രൂ ഫൈബർ ഒപ്റ്റിക് ചാനൽസിലൂടെ. And the idea is the same. Different signals of different frequencies are combined. ഇതിൻ്റെ FDM-ൻ്റെയും WDM-ൻ്റെയും ഒക്കെ ഐഡിയ സെയിം ആണ്. ബട്ട് ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത് ത്രൂ ഫൈബർ ഒപ്റ്റിക് ചാനൽസ്. ആൻഡ് ദ ഡിഫറെൻറ്റ് സിഗ്നൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആർ കമ്പൈൻഡ്. ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള ഡിഫറെൻറ്റ് സിഗ്നൽസിന് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ഫ്രീക്വൻസീസ് ആർ വെരി ഹൈ. ആൻഡ് നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. WDM uses different wavelength lasers to transmit multiple signals at the same time over a single medium. WDM യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ലേസറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. യൂസസ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ലേസേഴ്സ് ടു ട്രാൻസ്മിറ്റ് മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള ലേസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ തന്നെ ഒരു സിംഗിൾ മീഡിയത്തിലൂടെ അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. The wavelength of each differently colored laser is called lambda. The wavelength of each differently colored ആയിട്ടുള്ള ലേസറിൻ്റെ വേവ് ലെങ്ത് അതിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയും. ദസ് WDM സപ്പോർട്ട് മൾട്ടിപ്പിൾ ലാംഡാസ്. ഇവിടെ മൾട്ടിപ്പിൾ ലാംഡാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ലാംഡ എന്ന് പറഞ്ഞാൽ ദ വേവ് ലെങ്ത് ഓഫ് ഈച്ച് ഡിഫറെൻ്റ്ലി കളേർഡ് ലേസർ. ഓരോ ഡിഫറെൻ്റ്ലി കളേർഡ് ലേസറിൻ്റെയും വേവ് ലെങ്ത് ആണ് ഈ ലാംഡ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ലേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the technique assigns a uniquely colored laser to each input source and combines the multiple optical signals of the input sources so that they can be amplified as a group and transported over a single fiber. ഇതെന്താ പറഞ്ഞു വെച്ചാൽ ദ ടെക്നിക് അസൈൻസ് എ യുണീക്ക്ലി കളേർഡ് ലേസർ ടു ഈച്ച് ഇൻപുട്ട് സോഴ്സ്. ഓരോ ഇൻപുട്ട് സോഴ്സിനും ഒരു യുണീക്ക്ലി കളേർഡ് ലേസറിന് അസൈൻ ചെയ്ത് കൊടുക്കും. ഓരോ ഇൻപുട്ട് സോഴ്സിനും ഒരു യുണീക്ക്ലി കളേർഡ് ലേസറിന് അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് കമ്പൈൻസ് ദ മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഓഫ് ദി ഇൻപുട്ട് സോഴ്സ്. ആ ഇൻപുട്ട് സോഴ്സിൻ്റെ മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ സിഗ്നൽസിന് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. സോ ദാറ്റ് ദ ക്യാൻ ബി ആംപ്ലിഫൈഡ് ആസ് എ ഗ്രൂപ്പ്. അതെന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പായിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആൻഡ് ട്രാൻസ്പോർട്ടഡ്, ആ ഒരു സിംഗിൾ ഫൈബറിലൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്യും. A WM system uses a multiplexer at the transmitter to join the several signals together and demultiplexer at the receiver to split them apart. മൾട്ടിപ്ലക്സർ ഉണ്ട്, അതേപോലെ റിസീവറിൽ ഒരു ഡീമൾട്ടിപ്ലക്സർ ഉണ്ടാവും. WDM uses a multiplexer at the transmitter സെൻറ്ററിൻ്റെ അവിടെയാണ് മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുക. ടു ജോയിൻ ദി സെവറൽ സിഗ്നൽസ് ടുഗെദർ. കുറേ സിഗ്നൽസ് വരുന്നുണ്ടാവും, അതെല്ലാം കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യും. ആൻഡ് ഡീമൾട്ടിപ്ലക്സർ എന്താ ചെയ്യുന്നത്, ആ കിട്ടിയ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ഉണ്ടാവില്ല, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീമൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടാണ് അതിൽ പറയുന്നത്. ആ നെക്സ്റ്റ് പാരഗ്രാഫ് വേണ്ട, നമുക്ക് താഴെ പറയുന്ന പാരഗ്രാഫ് നോക്കാം. ഫിഗർ 2.3 ഇതാണ് ഫിഗർ. ലാംഡ 1 3 ലാംഡ 1 2 3 ഉണ്ട്. അതിനെ കമ്പൈൻ ചെയ്തിട്ട് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 ഡീമൾട്ടിപ്ലക്സർ അതിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ആക്കും. Figure 2.3 gives a conceptual view of a WDM multiplexer and demultiplexer. Very narrow bands of light
ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആർ കമ്പൈൻഡ്. ഡിഫറെൻറ്റ് സോഴ്സസ് എന്നുള്ള നാരോ ബാൻഡ്സിനെ കമ്പൈൻ ചെയ്യും ടു മേക്ക് എ വൈഡർ ബാൻഡ് ഓഫ് ലൈറ്റ്. at the receiver and the signal are separated by the demultiplexer. ഡീമൾട്ടിപ്ലെക്സറിനെ സെപ്പറേറ്റ് ചെയ്യും. അത്രയും മതി. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഫോളോയിങ് ആർ ദി ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് WDM. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. WDM ഈസ് ക്വൈറ്റ് സിമ്പിൾ ടെക്നിക് ആൻഡ് യൂസസ് ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ ഈസ് പോസിബിൾ. എന്താ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ തന്നെ സെൻറ്ററും റിസീവറും സെൻഡ് ചെയ്യും അല്ലേ, അറ്റ് എ ടൈമിൽ തന്നെ. Easier to reconfigure. Optical components are similar and more reliable. It provides higher bandwidth. ആൻഡ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹൈ സെക്യൂരിറ്റി ആണ്, ലോ കോസ്റ്റ് ആണ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലോ സിഗ്നൽ ലോസ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇറ്റ് അലൗസ് സെക്യൂർ ട്രാൻസ്മിഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇത് നിങ്ങൾക്ക് ഒരു 5-6 നോക്കിയിട്ട് പഠിക്കാം, ഈ സിമ്പിളായിട്ടുള്ളത്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രസൻസ് ഓഫ് ഒപ്റ്റിക്കൽ കമ്പണൻസ് ഇൻക്രീസസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ദി സിസ്റ്റം. ഒപ്റ്റിക്കൽ കമ്പണൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇൻക്രീസസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ് വിത്ത് അഡീഷൻ ഓഫ് ഒപ്റ്റിക്കൽ കമ്പണൻസ്. ഒപ്റ്റിക്കൽ കമ്പണൻസ് തന്നെ സെയിം തന്നെ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് സിസ്റ്റം ഇൻക്രീസസ്, സിസ്റ്റത്തിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ആയിരിക്കും വിത്ത് അഡീഷൻ ഓഫ് ഒപ്റ്റിക്കൽ കമ്പണൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് സിഗ്നൽ കനോട്ട് ബി വെരി ക്ലോസ്. പ്രോപ്പർ വേവ് ലെങ്ത് സ്പേസിംഗ് മസ്റ്റ് ബി റിക്വയർഡ്, അതർവൈസ് ഇറ്റ് വിൽ ലീഡ് ടു സിഗ്നൽ ഇൻ്റർഫിയറൻസ്. ഇവിടെ പ്രോപ്പർ വേവ് ലെങ്ത് സ്പേസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ലൈറ്റ് വേവ് ക്യാരിങ് WDM ആർ ലിമിറ്റഡ് ടു 2 point സർക്യൂട്ട്. അത്രയും മതി. അത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് WDMൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.